നല്ല കോപ്പിയാണ് ഗൈസ്. ഞങ്ങള് പഠിച്ച കോളേജ്, ഞങ്ങള് ഒന്നിച്ച കോളേജാണ്. ഞങ്ങൾ ഒന്നിച്ച കോളേജ്. അനുവില്ല, ഇതെല്ലാം മുക്കിലും മൂലയ്ക്കും വീണിട്ടുണ്ട്. അതെ, ഇതിലെല്ലാ മൂലകളിലും ഓരോരുത്തരോരുത്തരായിട്ട് ഞങ്ങൾ ഓരോ സ്ഥലം കാണിക്കണായിരുന്നു. ഇവിടെ ഞാൻ വീണത്, ഇവിടെ ഐഫ വീണത്, ഗെച്ച് വീണത്, ഓരോ വീണ സ്ഥലങ്ങൾ ഞങ്ങളോട് ഈ നടുമുറ്റത്ത് ഒരു ഐഫ വീണിട്ടുണ്ട്. അതൊന്നും ആൾക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തിങ്ങനെ രാജാറാണിയിലെ പോലെ. ഇത് ഞങ്ങൾ ഒന്നിച്ച കോളേജാണ്. ഞങ്ങളുടെ ഈ എത്ര വർഷം മുമ്പാണ്? 6 7 യെസ്, 7 years ബാക്ക് നമ്മള് 7 വർഷം മുന്നേ ഈ കോളേജിന്റെ മുറ്റത്ത് വെച്ചാണ് ഞങ്ങൾ ഒന്നിച്ചത്. അയ്യോ, എനിക്ക് ട്രിപ്പ് കഴിഞ്ഞ് നമ്മള് വന്നിറങ്ങിയ സമയം അല്ലേ? നൈറ്റ് പോയതും വന്നതും. ഈ ഒരു സിറ്റുവേഷനില് ഞങ്ങൾക്ക് രക്ഷയില്ലാതെ ബുദ്ധിമുട്ടാണ്. ഷെഫി അത് മനസ്സിലാക്കി പിരിഞ്ഞു കൊണ്ടതാണെന്നാണ്. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ അല്ലേ വിസയൊക്കെ എടുത്ത് തന്നെ എന്നിട്ട് ഞങ്ങൾ ഇവിടെ സെറ്റിൽ ആക്കിപ്പിക്കണം. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇവിടുത്തെ ടീച്ചേഴ്സിന് ഞങ്ങൾ കണ്ണി കണ്ടൂടായിരുന്നു. അത് സത്യം, ഈ വീഡിയോ കണ്ടാൽ കൂടെ ടീച്ചേഴ്സിന് കാണാൻ മനസ്സിലാവുമായിരിക്കും. ഞങ്ങളെ കണ്ണി കാണുന്ന വെച്ചിട്ടല്ല, ഞങ്ങള് ക്ലാസ്സിൽ കയറാറുണ്ടായിരുന്നില്ല, ഫുൾ അലമ്പായിരുന്നു. ഇവിടെ നിന്ന് പറയുമ്പോ ഞങ്ങളെ പല പേരുകളൊക്കെ വിളിച്ചില്ല, അതൊന്നും ഇപ്പൊ പറയണില്ല, പറഞ്ഞവർക്ക് കണക്ട് ആവും, എന്നിട്ട് പറയണില്ല. പക്ഷേ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴില്ല, അത്രയും മെമ്മറീസ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഈ ഞങ്ങളെ ഇങ്ങനെ അലമ്പാന്ന് പറഞ്ഞ് നടന്ന ടീച്ചേഴ്സ് തന്നെ ലാസ്റ്റ് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ അംഗീകരിച്ചവരുണ്ട്. സോ ഇത്ര വർഷങ്ങൾ ഇവിടെ പഠിപ്പിച്ചിട്ടും ഇത്രയും ഒരു ബോണ്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഞങ്ങളെ കൂടി കൊണ്ടുപോകാൻ പറ ഗൈസ്. ഞങ്ങൾക്ക് രണ്ടാഴ്ച പാസ്പോർട്ടില്ല. പാസ്പോർട്ട് നമ്മൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തേനെ. അതെ, ഞങ്ങള് കരയില്ല അല്ലേ? കരയില്ല. ജസ്റ്റ് സിമ്പിൾ ടു നെച്ചു പോയി കഴിഞ്ഞാല് പിന്നെ ഞങ്ങളുടെ 5 പേരെന്നുള്ളത് പിന്നെ 4 പേരാവും. പിന്നെ നമ്മള് കൂടുമ്പോ അതിന്റെ കുറവ് എപ്പോഴും. പിന്നെ അവളെ പെട്ടെന്ന് നിനക്ക് കാണണം, നമ്മള് കൂടി അവൾക്ക് വരാൻ പറ്റും. 5 പേര് തന്നെയാണ്. ഓക്കെ, ഐഫ 2 വാക്ക് നെച്ചിനെ പറ്റി. കഥാപ്രസംഗം നടത്തരുത്, 2 വാക്ക് മതി കേട്ടോ. ഐഫ പറഞ്ഞില്ല 2 വാക്ക്. നീ പറയുന്ന 2 വാക്ക് പറ നെച്ചു. 2 വാക്ക്. എനിക്കറിയില്ല കേട്ടാ. കരയില്ലേ. ഗായ്സ്, കുറച്ചു മുന്നേ കരയരുതെന്ന് പറഞ്ഞവളാണ് ഈ കിടക്കണത്. കണ്ണീരൊക്കെ പോവാൻ 1 മണിക്കൂർ ബാക്കി. പോയിക്കാന് ആ ഒരു സ്ഥലം എന്താണ് അങ്ങനെ തന്നെ കിടക്കുന്ന അവരുടെ പോയി കഴിഞ്ഞാൽ ഈ വർഷത്തിൽ 1 പ്രാവശ്യം വരുള്ളൂ. ഞാൻ സ്റ്റേഷൻ നമ്പർ 2 ഇവിടെ പോവും. പിന്നെ ഞാനും എന്റെ പിള്ളേരും മാത്രം മരിയ മാത്രം. ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മളിങ്ങനെ പോയിക്കണം. പക്ഷെ നമ്മള് ഹാപ്പി ആയിട്ട് അവളെ പറഞ്ഞു വിടും. എങ്ങനെയൊക്കെ അങ്ങനെ ആഗ്രഹമുണ്ട്. ഒരു ക്ലിപ്പ് ആഡ് ആക്കണ്ട. നമ്മള് സന്തോഷത്തോടെ നെച്ചിനെ കയറ്റിവിടും. അത് കഴിഞ്ഞ് എന്റെ സീൻ നിങ്ങൾ കണ്ടോ?
ഒരു തുള്ളി കണ്ട് സാഹിൽ കരഞ്ഞ് ക്ഷീണിച്ച് എന്താണ് പോണേന് ഗായ്സ് അവള് പോയി. അതെ അവളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അതാണ് നമ്മുടെ ഒരു അവള് ഹാപ്പി ആയിരിക്കും. ഷെപ്പി ഉണ്ടല്ലോ നമ്മളുള്ള പോലെ ആവൂല, അത് ഞങ്ങളുള്ള പോലെ ആവൂല കേട്ടോ ഒരിക്കലും. അങ്ങനെ ആവില്ല, പക്ഷെ അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടല്ലോ. അതെ ഞങ്ങളെ ഇവിടെ വണ്ടി ഞങ്ങളുടെ വണ്ടി ഇവിടെ ഞങ്ങൾ വണ്ടി എടുക്കാൻ ബൈ പറയടി. നിങ്ങളുടെ വണ്ടി എവിടെയാണ്? ഇതിന്റെ